മാതൃഭൂമി ന്യൂസ് ബിഗ് ഇംപാക്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 2018 മുതൽ 2025 വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതി. SITയുടെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഇന്ന് നടന്നത്. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ അവ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ കുരുക്കിലാക്കിക്കൊണ്ട് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടും കോടതിയിൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. 2025 സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളും കൈമാറി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ഹൈക്കോടതിയുടെ രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘവുമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും കൂട്ടർക്കും ബന്ധമുണ്ടോ എന്നുകൂടി കണ്ടെത്താനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, വാതിൽപ്പടിയിലും ദ്വാരപാലക ശില്പങ്ങളിലും മാത്രമായിരിക്കരുത് ഈ അന്വേഷണം. ഇത് തുടങ്ങേണ്ടത് ശബരിമല ശ്രീകോവിലിലെ വാതിലുകൾ പുതുതായി പണിത് സ്വർണം പൂശിയതിൽ മുതലാണ്. നേരത്തെ ഉണ്ടായിരുന്ന തനിത്തങ്കത്തിൽ പൊതിഞ്ഞ ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിലുകൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയിട്ടുണ്ടോ, അതിലെ സ്വർണം കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും കണ്ടെത്തേണ്ട മറ്റൊന്ന്. അതോടൊപ്പം തന്നെ അഴിമതി നിരോധന നിയമം ഈ കേസിൽ കുറ്റക്കാർക്കെതിരെ ചുമത്താൻ കഴിയുമോ എന്നുകൂടി SIT കണ്ടെത്തണം. മറ്റൊന്ന്, 2025 ഇപ്പോഴത്തെ ഭരണസമിതി PS പ്രശാന്തിന്റെ ഭരണസമിതിക്കെതിരെ കൂടി ഹൈക്കോടതി ചില കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നു. മതിയായ സമയമുണ്ടായിട്ടും ധൃതി പിടിച്ച് പെട്ടെന്ന് ഈ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയതിൽ ഹൈക്കോടതി വലിയ സംശയമാണ് പ്രകടിപ്പിക്കുന്നത്. അതായത് ഈ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ പങ്കാളിത്തം ഗൗരവമായി അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു വച്ചിരിക്കുന്നു. ഈ 4 കാര്യങ്ങളാണ് ഇനി SITക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതായത് സാധാരണയുള്ളതിൽ നിന്ന് അപ്പുറത്തേക്ക് അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന് കൂടി ഇവരുടെ നെക്സസിന്റെ ഭാഗമാണോ എന്ന് പരിശോധിക്കാൻ പറയുമ്പോൾ ഒരു പേര് കൂടി ഹൈക്കോടതി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതാണ് സുഭാഷ് കപൂർ. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരൻ. കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി അമേരിക്കയിൽ വിറ്റയാൾ. അതുകൊണ്ട് തന്നെ ഇനി സ്വർണ്ണപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും 4 ആളിലേക്കും ഈ അന്വേഷണം ചുരുക്കിക്കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് SITക്ക് കഴിയില്ല. 2018 മുതലുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ പത്മകുമാറിൻ്റെ ഭരണസമിതിയെ അടക്കം പ്രതിക്കൂട്ടിലേക്ക് SITക്ക് കൊണ്ടുവരേണ്ടി വരും. ഇനി തലയുരുളാൻ പോകുന്നത് ആരുടെയൊക്കെ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2019 മുതൽ ഇങ്ങോട്ടുള്ള ഭരണ നേതൃത്വങ്ങൾ ആരൊക്കെ അകത്തേക്ക് പോകും? സർക്കാരിന് പേടിക്കാൻ ഒരുപാടുണ്ട്. എന്തായാലും ശബരിമലയിലെ പുതിയ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ SITയുടെ ഭാഗത്ത് നിന്ന് ചില അപ്രതീക്ഷിത നീക്കങ്ങൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും ബിനിൽ, മാതൃഭൂമി ന്യൂസ്.